ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രമുഖ നടൻ സെയ്ഫ് അലി ഖാനെ വീട്ടിൽ കയറി ഇല്ലാതാക്കാൻ ശ്രമിച്ച പ്രതി ബംഗ്ലാദേശിലെ ബോക്സിംഗ് താരമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇവരെന്തിനായിരിക്കും നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറിയത്? ഈ ബംഗ്ലാദേശികൾക്ക് നമ്മുടെ നാട്ടിൽ സുരക്ഷിതമായ ഒരു താവളം ഒരുക്കുന്ന ആളുകളെയല്ലേ ആദ്യം പിടിക്കേണ്ടത്? അവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാമ്പത്തിക കൊതിയന്മാരായിട്ടുള്ള രാജ്യവിരുദ്ധരെയല്ലേ ആദ്യം പൊക്കേണ്ടത്? ഇയാളുടെ മൊഴി അനുസരിച്ച് ബോക്സിംഗിലെ ലൈറ്റ് വെയ്റ്റ് വിഭാഗത്തിൽ ജില്ലാ തലത്തിലും ദേശീയ തലത്തിലും മത്സരിച്ച എക്സ്പീരിയൻസ് ഇയാൾക്കുണ്ടെന്ന് ഇയാൾ പറയുന്നു. ഇതാണ് തനിക്ക് പരിക്കേൽക്കാതെ സെയ്ഫിനെ ആക്രമിക്കാൻ സാധിച്ചത് എന്നാണ് മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹസാദ് പോലീസിന് നൽകിയ മൊഴി. 6ഓളം കുത്തുകളാണ് സെയ്ഫിനേറ്റത്. എന്നാൽ പ്രതിക്ക് ഒരു ചെറിയ പോറല് പോലും ഉണ്ടായിട്ടില്ല. ആക്രമണശേഷം രക്ഷപ്പെട്ട പ്രതി 4ഓ 5ഓ തവണ വസ്ത്രം മാറുന്നു. കാരണം അയാൾ ഏത് ജോലി ചെയ്താലും അതിനകത്ത് എക്സ്പേർട്ടാണ്. കക്കാൻ മാത്രമല്ല, നിൽക്കാനും അറിയാം. ഇതുപോലെ പല കുറ്റകൃത്യങ്ങളും ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി. പിടിക്കപ്പെടാതിരിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി സഞ്ചരിക്കുന്നു. ബാന്ദ്ര, ദാദർ, വോർലി, അന്ധേരി, താനെ ഇവിടങ്ങളിലൊക്കെ ആ കുറഞ്ഞ സമയത്തും ഇയാൾ സഞ്ചരിക്കുന്നു. എന്തിന്? തെളിവുകൾ ഉണ്ടാക്കാൻ. സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ ഈ വിഷയം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല, ഞാനിത് അവിടെയാണ്, ഇവിടെയാണ്, മറ്റിടത്താണ് എന്ന് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി വസ്ത്രം മാറുകയും തെളിവുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ഥലം മാറുകയും ചെയ്യുന്നു, സഞ്ചരിക്കുന്നു മാറി മാറി. സെപ്റ്റംബറിലാണ് ഇയാൾ മുംബൈയിലെത്തിയത്. ഹൗസ് സ്പീക്കിംഗ് കമ്പനി വഴിയായിട്ടാണ് ഇയാൾക്ക് ഹോട്ടലിൽ ഒരു ജോലി ലഭിക്കുന്നത്. അന്വേഷണത്തിന് പിന്നാലെ കമ്പനിയുടെ കരാറ് തന്നെ റദ്ദാക്കി. അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും ഒക്കെയായി പ്രതിയെ സാന്താക്രൂസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബാന്ദ്രയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എല്ലാവർക്കും പിടിവീഴും. കൃത്യമായ രൂപത്തിലുള്ള ആസൂത്രണ മികവോടുകൂടിയാണ് ഈ പ്രതി കാര്യങ്ങൾ കണ്ടറിഞ്ഞു മനസ്സിലാക്കി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നല്ല രൂപത്തിൽ ഹോംവർക്കുകൾ ചെയ്തിട്ട് തന്നെയാണ് ആൾ ഇറങ്ങിയത്. സെയ്ഫ് അലി ഖാന്റെ മകനെ ബന്ദിയാക്കണം, പണം തട്ടണം, ഇതായിരുന്നു പ്രധാനപ്പെട്ട പദ്ധതി. ഈ പ്രതി മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹസാദ് പോലീസിന് കൃത്യമായി ഒരു കൂസലുമില്ലാതെ ഇതായിരുന്നു തന്റെ ലക്ഷ്യം എന്ന് വിവരിക്കുകയാണ്. ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സെയ്ഫ് അലി ഖാന്റെ മകൻ ജഹാംഗീറിനെ ബന്ദിയാക്കണം, 1 കോടി രൂപ വാങ്ങി ബംഗ്ലാദേശിലേക്ക് തന്നെ മടങ്ങാനായിരുന്നു അത്രേ ആൾ ഉദ്ദേശിച്ചിരുന്നത്. ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ പ്രതിക്ക് വ്യാജ പാസ്പോർട്ട് ആവശ്യമാണെന്നും അതിനായി പണം ക്രമീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം അറിയിച്ചു. സെയ്ഫിന്റെ വീട്ടു ജോലിക്കാരിയായ ലിമ ഫിലിപ്പീൻസിനോട് അക്രമി പണം ആവശ്യപ്പെട്ടതായും ലിമ എതിർത്തതോടെ പ്രതിയും ലിമയും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും ഇതിനിടയിൽ വീട്ടിലുള്ളവരെല്ലാം ഉണരുകയുമായിരുന്നത്രേ. പ്രതി ആദ്യം ലിമയെ ആക്രമിക്കുകയും സെയ്ഫ് അലി ഖാൻ രക്ഷിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തെയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടി കോടിക്കണക്കിന് പണം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ആരെ ഇല്ലാതാക്കാനും ഏത് രൂപത്തിലുള്ള കുറ്റകൃത്യം ചെയ്യാനും മടിയില്ലാത്ത രൂപത്തിലുള്ള ഇത്തരം അക്രമി സംഘം ബംഗ്ലാദേശിൽ ഇതിനേക്കാൾ ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പിടികൊടുക്കാതെ നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറിയ ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. ഇനിയും സെയ്ഫ് അലി ഖാനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇയാളുടെ പിന്നാമ്പുറ കഥകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴായിരിക്കും ശരിക്കും ഇയാൾ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുക ബംഗ്ലാദേശ്. അതോ ഇവരൊന്നും നിസ്സാരക്കാരന്മാരല്ല കേട്ടോ. നടൻ സെയ്ഫ് അലി ഖാന് മാരകമായ രൂപത്തിൽ ആക്രമിക്കപ്പെട്ടു. പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകർ തമ്മിൽ തർക്കമാണ്. ഈ ബംഗ്ലാദേശിയായ ക്രിമിനലിനു വേണ്ടി ബാന്ദ്രയിലെ കോടതി മുറിയിൽ ഹാജരാക്കിയ സമയത്താണ് നാടകീയമായ രംഗങ്ങൾ. ഞാൻ വാദിക്കാമെന്നൊരു വക്കീൽ പണം. ജനുവരി 16-ാം തീയതി പുലർച്ചെയാണ് ബോളിവുഡ് താരത്തിന്റെ ബാന്ദ്രയിലെ വീട്ടിൽ മോഷണ ശ്രമമാണ് എന്ന് പറയുന്നു, അല്ല തട്ടിക്കൊണ്ടുപോകലാണെന്ന് പറയുന്നു. അതിനിടയിലാണ് സെയ്ഫ് അലി ഖാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. സംഭവത്തിൽ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹസാദ് ഇയാള് കഴിഞ്ഞ ദിവസം മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്നാണ് കോടതി നടപടികൾക്ക് വേണ്ടി പ്രതിയെ കോടതിയിൽ എത്തിച്ചപ്പോൾ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നത്. വക്കീലന്മാർ മത്സരിക്കുന്നു ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ.
പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതോടെ വാദിക്കാൻ ഒരു അഭിഭാഷകൻ മുന്നോട്ട് വന്നു. പ്രതിയെ കൊണ്ട് വക്കാലത്തിൽ ഒപ്പിടിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ മറ്റൊരു അഭിഭാഷകനും വക്കാലത്തുമായി രംഗത്തെത്തി. ഇതോടെ പ്രതിക്ക് വേണ്ടി ആര് ഹാജരാകും എന്ന ആശയക്കുഴപ്പമുണ്ടായി. തുടർന്ന് രണ്ടുപേരോടും ഷെഹ്സാദിനെ പ്രതിനിധീകരിക്കാൻ മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചു. രണ്ടുപേരും ഒരുമിച്ച് സമ്മതിക്കുകയും ചെയ്തു. കോടതി ഷെഹ്സാദിനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വ്യാഴാഴ്ച പുലർച്ചെ 2:30 ബാന്ദ്ര വെസ്റ്റിലെ വീട്ടിൽ വെച്ച് നടൻ ആക്രമിക്കപ്പെടുന്നത്. മോഷണ ശ്രമത്തിനിടയിൽ മോഷ്ടാവുമായിട്ടുണ്ടായ മൽപിടുത്തത്തിൽ താരത്തിന് കുത്തേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. 6 അറോളം കുത്തുകളാണ് ഏറ്റത്. അതിൽ 2 ആഴത്തിലുള്ളതും ഒരു മുറിവ് നട്ടലിനോട് ചേർന്നുമായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏത് രൂപത്തിലാണ് ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിട്ട് വ്യാജരേഖകൾ നമ്മുടെ രാജ്യത്തുള്ളവർ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇന്ന് അവരത് നമുക്കെതിരെ തന്നെ പ്രയോഗിക്കുന്നു. സ്വന്തം രാജ്യത്തെ ഇല്ലാതാക്കിയിട്ട് രാജ്യത്തുള്ള ഓരോ പൗരനും, ഇന്ത്യയിലുള്ള എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞു പഠിച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ സാധിക്കുന്നത്? ഇവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വേഷപ്രച്ഛന്നരായി എത്തുന്നത്, വ്യാജരേഖകളിൽ എത്തുന്നത് വെറുതെയല്ല. ഏറെക്കുറെ നമുക്കറിയാം ഇവരുടെയൊക്കെ ഗൾഫായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. ഇതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടൽ മേഖലകൾ, നിർമ്മാണ മേഖലകൾ തുടങ്ങിയ എല്ലായിടത്തും അതിഥി തൊഴിലാളികൾ നിറഞ്ഞു കവിഞ്ഞു. ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? കേരളത്തിന്റെ തനതായ നെൽകൃഷിയിലും എന്തിന് ആയുർവേദ രംഗത്ത് അതിഥി തൊഴിലാളികളുടെ സാന്നിധ്യം. ഹോട്ടലിൽ ഹലാൽ ഫുഡ് പാചകം ചെയ്യുന്നതാരാ? അവർ തുപ്പിയിട്ടായാലും മൂത്രമൊഴിച്ചിട്ടായാലും തൂറിയിട്ടായാലും എന്തായിരുന്നാലും ശരി, എല്ലാ മേഖലകളും അവരാണിന്ന്. കോൾ ടാക്സി അടക്കം ഇനിയിപ്പോൾ അവർ ഓടിക്കാൻ തുടങ്ങും. നമ്മളെ അവർ പഠിപ്പിക്കാൻ തുടങ്ങും സ്കൂളുകളിൽ അധ്യാപകരായി. കാണാം നമുക്കിനി അത്. അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യത ഒന്നും വേണ്ടല്ലോ. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുള്ളപ്പോൾ അവരിനി നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് ജോലിയും നേടും. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഇപ്പം പിടിച്ചില്ലേ, നമ്മൾ കണ്ടില്ലേ? ഇതൊക്കെ ഇനി നമ്മൾ കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. കാരണം എന്തെന്നറിയാം, എല്ലാ മേഖലയിലും ഇന്ന് തൊഴിൽ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. മലയാളികൾക്ക് വേണ്ടാത്ത തൊഴിലുകൾ, അവർ ചെയ്യാത്ത തൊഴിലുകൾ, ചെറിയ മൂലധനത്തിൽ അവർ ചെയ്യും, ചെറിയ വേതനത്തിൽ അവർ ചെയ്യും. എന്നാൽ ഇന്ന് അവർ നേടുന്ന ശമ്പളം കേട്ടാൽ ഉയർന്ന സാലറി മോഹിച്ച് കടല് കടന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന മലയാളികൾക്ക് പോലും അന്തം വിട്ടുപോകും. കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ ഉയർന്ന ശമ്പളം, ജീവിത നിലവാരത്തിലെ മാറ്റങ്ങൾ. കേരളം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശമ്പള നിരക്കുകളുള്ള സംസ്ഥാനം എന്ന പേരിൽ പ്രശസ്തമാണ്. കേരളത്തിന്റെ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഈ അതിഥി തൊഴിലാളികൾ എന്ന വ്യാജേന ഇവരെ കയറിയതൊക്കെ ചെയ്യുന്നുണ്ട്. അതിഥി തൊഴിലാളികളെ വലിയ തോതിൽ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ്? എന്നും തൊഴിൽ. എന്ത് തൊഴിലെടുക്കാനും തയ്യാറാണ്. കേരളത്തിലെ കാർഷിക ഇതര തൊഴിലുകൾക്ക് ശരാശരി ദിവസ വേതനം എത്രയാ? 1000 ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും ശരാശരിയേക്കാൾ വളരെ ഉയർന്നതാണിത്. പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ വേതന നിരക്കുകൾ ഉയർന്നതോടുകൂടി നൂതനമായ ജീവിത ശൈലി ഉയർത്താനും കൂടുതൽ സാമ്പത്തിക സുരക്ഷ നേടാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ് വർക്കുകൾ, ഹോട്ടൽ മേഖല തുടങ്ങിയ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഇവരെ ആകർഷിച്ചു നിർത്തുന്നത്. സർക്കാർ നിയന്ത്രണങ്ങളിലൂടെ തന്നെ ഉയർന്ന വേതന നിരക്ക് തൊഴിലാളികൾക്ക് ഉറപ്പാക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പ്രോജക്റ്റുകൾ തൊഴിലാളികൾക്ക് അനുയോജ്യമായ അന്തരീക്ഷമാണ് ഒരുക്കുന്നത്. കേരളത്തിലെ തൊഴിൽ നിയമങ്ങൾ നോക്കുമ്പോൾ ശമ്പള വർധനവ് മാത്രമല്ല, പാർപ്പിടം, ആരോഗ്യ പരിപാലനം, ഇതൊക്കെ തൊഴിലാളികൾക്ക് കേരളം സുലഭമായി നൽകുന്നു. ഉയർന്ന ശമ്പളത്തോടുകൂടി തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനും കേരളത്തിൽ തന്നെ കഴിയുന്നുണ്ട്. സർക്കാരിന്റെ അപ്നാ ഘർ പോലെയുള്ള പദ്ധതികൾ തൊഴിലാളികൾക്ക് മിതമായ നിരക്കിൽ ഭവന സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. ശമ്പള നിരക്കുകൾ കൂടുതലായിരിക്കുമ്പോൾ ഇവർക്ക് കേരളത്തിൽ നേരിടേണ്ടി വരുന്ന ചില വെല്ലുവിളികളുണ്ട്. താമസ സൗകര്യങ്ങളുടെ അഭാവം, ഭാഷാ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ദുർവിനിയോഗം, ഇതൊക്കെ ഇതിനകത്തുണ്ട്. സർക്കാർ വരുത്തുന്ന നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾക്കും സംഘടനാ സംരക്ഷണത്തിനും വലിയ പ്രാധാന്യമുണ്ട് ഇതിനകത്ത്. ഉയർന്ന ശമ്പളം മാത്രമല്ല, പൂർണ്ണമായ ക്ഷേമവും സുരക്ഷിതത്വവും തൊഴിലാളികൾക്ക് ഉറപ്പാക്കുന്നതിനാണ് കേരളം ശ്രമിക്കുന്നത്. കേരളത്തിലെ തൊഴിലാളികളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, പരിമിതികൾ മറികടക്കാനുള്ള ശ്രമങ്ങൾ, തൊഴിലവസരങ്ങളുടെ വൈവിധ്യം, ഇതൊക്കെ കേരളത്തെ അതിഥി തൊഴിലാളികളുടെ മേഖലയാക്കി മാറ്റുന്നു. ശമ്പളം ഒരു പ്രധാന ആകർഷക കേന്ദ്രമായിട്ട് ഇതിനകത്ത് തുടരുന്നുണ്ട്. ഒരു ദിവസം മുഴുവൻ എത്ര പണിയെടുത്താലും 70 രൂപ തികച്ചു ലഭിക്കാത്ത ഒഡീഷയിലെ ഇതടക്കമുള്ള പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെയും അപേക്ഷിച്ച് ദിനേന 800 രൂപ മുതൽ 1500 രൂപ വരെ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ
തൊഴിലാളികൾക്ക് ഗൾഫ് എങ്ങനെയാണോ അതുപോലെയാണ്, മലയാളികൾക്ക് എങ്ങനെയാണോ ഗൾഫ് അതുപോലെയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നമ്മുടെ കേരളം. ഇപ്പോൾ വെൽഡിങ്ങിനാണ് ഹെൽപ്പറായിട്ട് പോകുന്നതെങ്കിൽ 1500 രൂപ കിട്ടും ദിവസം. 2000 രൂപ വരെ കിട്ടുന്ന കോൺക്രീറ്റ് പണി ഉൾപ്പെടെയുണ്ട് ഇവരുടെ കയ്യിൽ. അതേസമയം അതിഥി തൊഴിലാളികളുടെ പണം ചെലവഴിക്കൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിലും ധാരാളം ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വസ്ത്രങ്ങൾ, മൊബൈൽ റീചാർജുകൾ, മൊബൈൽ ഫോണുകൾ, പലചരക്ക് സാധനങ്ങൾ, മദ്യം, ലോട്ടറി, ഇതൊക്കെ ഇതര സംസ്ഥാനക്കാർ ധാരാളം പണം കേരളത്തിൽ തന്നെ ചെലവഴിക്കുന്നുണ്ട്. കുറഞ്ഞത് 800 രൂപ ദിവസ വേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെ മാസ ശമ്പളം 21,000 രൂപയാണ്. അല്ല, 24,000 രൂപയാകും. ഇനി 1,500 രൂപ സമ്പാദിക്കുന്ന ആളുകൾക്കാണെങ്കിലോ 45,000 രൂപയാണ് മാസം. കേരളത്തിലുള്ളവർ ഗൾഫിൽ പോയി ജോലി ചെയ്താൽ എത്ര കിട്ടും? അവരുടെ റെന്റും അവരുടെ ഭക്ഷണ സാധനങ്ങളും റീചാർജും ഇതൊക്കെ കഴിഞ്ഞാൽ അവർക്ക് എത്രയാണ് നാട്ടിലേക്ക് അയക്കാൻ പറ്റുക? ഇവിടെയുള്ള സാധാരണ ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ അതിഥി തൊഴിലാളികളും അതിനേക്കാൾ നേടുന്നുണ്ട്. കേരളത്തിലെ തൊഴിലില്ലായ്മ രൂക്ഷമാണ് എന്ന് പറയുന്നവർ ചിന്തിക്കണം. തൊഴിലും മാത്രമേ ഉള്ളൂ കേരളത്തിൽ ചെയ്യാനാളില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ധാരണകളില്ലാത്തത് കൊണ്ടാണ് പലരും തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ. തൊഴിലുണ്ട്, എടുക്കാൻ വയ്യായ്മയാണ് നമ്മുടെ പ്രശ്നം. അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ബംഗ്ലകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെയൊക്കെ ഒരുപാട് സെയ്ഫ് അലി ഖാന്റെ മക്കൾമാരും ഒക്കെ ഇനിയും വർദ്ധിക്കും. നന്ദി.